അങ്ങോട്ട് നോക്കിട്ട് പറ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് എൻ്റെ ഫാമിലിയും അതുപോലെ തന്നെ നമ്മുടെ നെയ്ബർ നീതുവച്ചിൻ്റെ ഫാമിലിയും കൂടെ ഒരു സ്ഥലം വരെ പോകാമെന്ന് വെച്ചു. അപ്പം നമ്മൾ കാർ എടുത്തിട്ടുണ്ടായിനെ, അതുപോലെ അവരും കാർ എടുത്തിട്ടുണ്ടായിനെ. അപ്പോൾ ഇതാന്ന് ഡാഡീൻ്റെ ഫ്രണ്ട് ശരത്തേട്ടൻ. അപ്പോൾ ശരത്തേട്ടനാണ് ഇവിടുന്ന് കാർ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ശരത്തേട്ടൻ കാർ എടുത്തു. പിന്നെ നമുക്ക് വൈകുന്നേരം ആയതുകൊണ്ട് ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ശരത്തേട്ടൻ ചായ എല്ലാം മേടിച്ച് തന്നിട്ടുണ്ടായിനെ. പുറകെ തന്നെ ഡാഡിയും പോയിട്ടുണ്ട് ചായ എടുത്തു തരാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ നല്ല ചായയിലും കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മലയാളീൻ്റെ കടയാന്ന് എന്തോ പച്ചമാങ്ങ എന്നിട്ട് മറ്റിലെ നല്ല ചായ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഇതുവരെയായിട്ട് എവിടെയോ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ബാബ്സ് ഹിന്ദു മന്ദിർ. ഇത് നമ്മൾ അബുദാബിയിൽ തന്നെ ഫസ്റ്റ് ഹിന്ദു ക്ഷേത്രമാണ്. അപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് MBZ എന്ന് പറഞ്ഞ സ്ഥലത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ MBZ എന്ന് ആ അമ്പലത്തിലേക്ക് ഏകദേശം ഒരു 46 കിലോമീറ്റർ ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു അരമണിക്കൂർ കൊണ്ട് നമ്മൾ അന്ന് എത്തിയിട്ടുണ്ട് അതിന് കാറിന് പോയോണ്ട്. പിന്നെ ഈ അമ്പലത്തിൽ കയറാൻ എൻട്രി ഫീ ഒന്നുമില്ല കേട്ടോ, ഫ്രീ ആണ്. പക്ഷെ നമ്മൾ അവിടെ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം. അത് അവിടെ തന്നെ ഉണ്ട് അതിൻ്റെ സെറ്റപ്പ് എല്ലാം. അപ്പോൾ ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. അപ്പം എനിക്ക് വീഡിയോ എടുത്തിരുന്നത് ശരത്തേട്ടനാണ്. ഞാൻ വിചാരിച്ചു ഫോട്ടോ ആണെന്ന് വെച്ചിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്തത്, പക്ഷെ വീഡിയോ ആണ് ഇപ്പം അറിയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം പോയ സമയത്ത് നമ്മൾ വിചാരിച്ചത്ര തിരക്കൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ പറയുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പോയ സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഇന്ന് അങ്ങനെ തിരക്കുണ്ടായിട്ടില്ലേ. അപ്പോൾ ഈ കാണുന്ന വെള്ളത്തിന് അവർ ഗംഗയായിട്ടാണ് സങ്കല്പിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 7:30 ആകുമ്പോൾ അവിടെ പൂജയൊക്കെ ഉണ്ടാകും. അപ്പം നമ്മളെല്ലാവരും കൂടെ അമ്പലത്തിൻ്റെ ദർശനമെല്ലാം കഴിഞ്ഞു. പിന്നെ ഇവിടുത്തെ ഒരാൾ നമുക്ക് ഇവിടുത്തെ ഐതിഹ്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമുക്ക് മൊത്തത്തിൽ പറഞ്ഞു തരാൻ അറിയില്ല. അപ്പോൾ നമ്മളിപ്പം വന്ന് നീതി ചേച്ചിനോടെല്ലാം ചോദിക്കാം, എന്നാ ഇവിടുന്ന് പറഞ്ഞു ചേച്ചി പറഞ്ഞോ. ഇറ്റാലിയൻ മാർബിൾസ് ആണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. 52 ഡിഗ്രി സെൽഷ്യസ് ചൂടാവുമ്പോഴത്തേക്ക് നമുക്ക് കൂളിങ് അതുവരെ അത് റെസിസ്റ്റ് ചെയ്ത് നിൽക്കും. പിന്നെ ഇതിനകത്ത് 7 പില്ലേഴ്സ് 108 പില്ലേഴ്സ് ഉണ്ട്. പിന്നെ ടവർ 7 ടവർ ഉദ്ദേശിക്കുന്നത് 7 എമറൈറ്റ്സിൻ്റെ ഇതാണ്. പിന്നെ ഒരു പില്ലർ ചെയ്യാൻ തന്നെ ഏതാണ്ട് 1.5 വർഷത്തോളം പഴക്കം എടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല നമ്മളിപ്പോൾ ഇതിനകത്ത് കയറി ചെല്ലുമ്പോൾ നമുക്ക് മൊത്തത്തിൽ ഒരു മിക്സഡ് കൾച്ചറാണ്. അതായത് നമുക്ക് കയറി ചെല്ലുമ്പോൾ ഉള്ള ഒരു ഡോമിൽ തന്നെ ഒരു പഞ്ചഭൂതം ഉണ്ട്. നമ്മുടെ ശരീരത്തിനെ തന്നെ ബിൽഡപ്പ് ചെയ്യുന്ന അഗ്നി, മൊത്തത്തിൽ പറഞ്ഞുതരാവുന്നൂടെ, അഗ്നി, വായു, വെള്ളം അങ്ങനെ ഉള്ളതാണ്. പിന്നെ ഉള്ളത് നമ്മുടെ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ഒരു ഫാമിലി കൺസ്ട്രക്ഷൻ പോലെ നമ്മുടെ ശിവനും പാർവതിയും, ശിവൻ മക്കള്, ഗണപതി, അങ്ങനെ ഓരോ ഐഡിയൽസ് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നീതുവെച്ച് കുറച്ച് കഥയെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ കൂട്ടിയിട്ട് വന്ന ശരത്തേട്ടനാണ്. അപ്പോൾ ശരത്തേട്ടനായിരിക്കും നമ്മളെക്കാട്ടിയും കൂടുതൽ അറിയാം. അപ്പോൾ ശരത്തേട്ടനോടും കൂടെ ചോദിക്കാത്തത് മോശമല്ലേ. ശരത്തേട്ട പറ, എന്നാലും പറ, എന്തെങ്കിലും എക്സ്ട്രാ പറയാം. വരുന്നത് പിന്നെ ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അലയിലായിരുന്നു എന്നാണ് പറയണത്. പിന്നെ അവിടെ എന്തോ അമ്പലത്തിന് സ്ഥാനമില്ലാത്തത് കൊണ്ട് ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് സ്ഥാനം കണ്ടത്. പിന്നെ ഇവരെന്തോ കുറച്ച് കുഴിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ എന്തോ ഒരു വലിയൊരു സ്റ്റോൺ പോലൊരു ഇത് കണ്ടു അത്രേ. പിന്നെ അതെന്തോ അമ്പലത്തിന് യോജ്യമായ സ്ഥലമാണെന്ന് പിന്നെ അവർ പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ തന്നെ അത് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ സമയം ഏകദേശം ഒരു 7:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആരതിക്ക് ടൈമാണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിലെല്ലാം പോയി വന്ന് നേരെ പോയത് ഒരു ഹോട്ടലിലേക്കാണ്. അപ്പോൾ ഇതാണ് നമ്മൾ സുമേഷ് ഏട്ടൻ, ഡാഡീൻ്റെ വേറൊരു ഫ്രണ്ടാണ്. അപ്പോൾ നമ്മൾ കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ ആടെയാണ് പോയത്. അപ്പോൾ ഇവർ മുന്നേ പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഒരു പൊറോട്ടയും പിന്നെ അതുപോലെ തന്നെ മാങ്ങയിട്ട മീൻകറിയും പിന്നെ ചായയാണ് വാങ്ങിയിട്ടുണ്ടായത്. അപ്പം നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. പിന്നെ ഫുഡ് കഴിച്ചതിൻ്റെ അഭിപ്രായം ഞാൻ ഇവരോട് തന്നെ പറയാം. സുമേഷ് ചേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? പറയാന്ന് പറയുമ്പോൾ വളരെ പ്രതീക്ഷയായിട്ട് ഞങ്ങൾ വന്നു, ചതിച്ച് കളഞ്ഞു. എന്താ മാങ്ങക്കറി നമ്മൾ പറഞ്ഞത്, പക്ഷേ ഗ്രേവി പോലും ഉണ്ടായിരുന്നില്ല. ഒരു ഇച്ചിരി ഗ്രേവി നിന്ന് 2-3 മാങ്ങ ഇട്ട് വലിയൊരു ഹമ്മൂറിന്റെ മീൻ തന്നേക്കുക. ഞങ്ങൾ കഷ്ണം മീനാണ് ചോദിച്ചത്, പക്ഷെ തന്നത് വലിയ മീനായി പോയി. അതിനൊക്കെ ടേസ്റ്റ് തരും കിട്ടിയിട്ടില്ല. അപ്പൊ ഇവർക്ക് വളരെ മോശമായിരുന്നു സർവീസ്. പത്തിരി അത് ഭയങ്കര പുളിയാണ്. മാവ് പൊളിച്ചിട്ടുണ്ട്. ഡാഡി ഇത് നോക്കിട്ട് പറഞ്ഞോ, മാവ് പൊളിച്ചതാണ്. ചേർത്ത്
വായോ ശരത്തേട്ടൻ എന്തോ പറയാനുണ്ട്. ശരത്തേട്ടൻ എങ്ങനെയുണ്ട് ഫുഡ്? അപ്പോൾ ആർക്കും പ്രതീക്ഷിച്ചത്ര ഇഷ്ടപ്പെട്ടിട്ടാന്നാ പറയുന്ന ഫുഡ്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ വേറെ ഇതിൽ കയറാം, റെസ്റ്റോറൻറ്റിൽ കയറാം. അടുത്ത തവണ വരുമ്പോൾ നമ്മൾ മാറ്റി പിടിക്കും, ഇവിടെ വരൂല ഇനി. അടുത്ത തവണ നമ്മൾ ഇവിടെ വരൂലെന്നാ പറയുന്നത്. കുഴപ്പമില്ല. പക്ഷെ അതും പറയണ്ടേ, കഴിഞ്ഞ തവണ നന്നായിരുന്നു ഫുഡ്, പക്ഷെ ഇപ്രാവശ്യം വളരെ മോശമായി. അതെ, ആ കഴിഞ്ഞ പ്രാവശ്യം നല്ലതായതുകൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം പോയത്. പക്ഷെ ഇപ്രാവശ്യം എന്തോ ഇഷ്ടപ്പെട്ടിട്ടാന്നാ പറയുന്നത്. പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് പോകാന്നെല്ലാം വെച്ചാണ്. അപ്പം ഡാഡീൻ്റെ വേറൊരു ഫ്രണ്ടും കൂടെ ആടി ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ ആടിയും കൂടെ പോയി. നമ്മൾ വ്ളോഗെല്ലാം അവസാനിപ്പിക്കാൻ തന്നെയാണ്. പക്ഷേ ഡാഡീൻ്റെ ഫ്രണ്ട് മഞ്ജിത്തേട്ടനും കൂടി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഏട്ടനെയും കൂടെ കാണിച്ചു തന്നിട്ട് ഇന്നത്തെ വ്ളോഗ് അവസാനിക്കാം കേട്ടാ. എന്നാ പറയാനുള്ളത്? പറ. നമ്മളെ കൂട്ടുകാരൻ്റെ മോളാണ്, അബുദാബിയിൽ വന്നാണ് എന്നെ കാണാനായിട്ട്. എന്റെ വ്ളോഗെല്ലാം കാണലുണ്ടോ? കാണാറുണ്ട്, അടിപൊളിയാണ്, എല്ലാം ചെയ്യാറുണ്ട്. അപ്പൊ ഇനി ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. എല്ലാവരും കാണാൻ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ഷെയർ. അപ്പൊ ഇന്ന് ഇത്രയും സ്ഥലത്ത് പോയതുകൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണമായിട്ടുണ്ട്. അപ്പൊ ഇനി പുതിയ വീഡിയോ വരുന്നവർക്കും എല്ലാവർക്കും ബൈ.